നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ വർക്ക് എനർജി പവർ ആണ്. ഫസ്റ്റ് ടെക്സ്റ്റിലെ 6ാമത്തെ ചാപ്റ്റർ വർക്ക് എനർജി പവർ. ഓക്കെ, നമ്മൾ ആദ്യം അതിൽ എന്താ പഠിക്കേണ്ടത്? ആദ്യം നമുക്ക് അതിൽ പറയുന്നത് ഫോക്കസ് ഏരിയ പറയുന്നത് വർക്ക് ആണ് കേട്ടോ. വർക്ക് എന്താണ് വർക്ക് എന്ന് പറഞ്ഞത്? അതായത് നമ്മൾ ഒരു പോയിന്റില് ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ പറയുന്നു ഈ മാർക്കർ ഈ പോയിന്റ് ഞാൻ എന്ത് ചെയ്തു? ഒരു ഫോഴ്സ് കൊടുത്തു. ഞാൻ ഫോഴ്സ് കൊടുക്കുന്ന പോയിന്റ് ഡിസ്പ്ലേസ് ആയെന്ന് പറഞ്ഞാൽ മൂവ് ചെയ്ത് അനങ്ങിയാൽ അവിടെ വർക്ക് ചെയ്തെന്ന് പറയാൻ പറ്റും. അപ്പൊ എന്താണ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് പോയിന്റിലാണോ ഫോഴ്സ് കൊടുക്കുന്നത് ആ പോയിന്റ് അവിടെ നിന്ന് ഡിസ്പ്ലേസ് ആയാൽ, അനങ്ങിയാൽ, മൂവ് ചെയ്താൽ ആ ഫോഴ്സ് വർക്ക് ചെയ്തു എന്ന് പറയാം. ഇതാണ് എന്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, വർക്ക് എങ്ങനെയാ മാത്തമാറ്റിക്കലി കാണുന്നത്? നമ്മൾ W കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അത് കാണുന്നത് ഇറ്റ് ഈസ് എ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഇറ്റ് ഈസ് എ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സും വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ക്വാണ്ടിറ്റി. ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? വർക്ക് കാണുന്നത്. അപ്പൊ എന്താണ് ഈ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ? FS ഡോട്ട് മാറിയാൽ കോസ് തീറ്റ. ഫോക്കസ് ഏരിയക്കകത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. നമ്മൾ മോഷനെ പ്ലെയിനിൽ പഠിക്കുന്നത് 2 പ്രോഡക്റ്റ് പഠിക്കും. അത് ഫിസിക്സിൽ അറിയേണ്ട കാര്യമാണ്. ഒന്ന് A ഡോട്ട് B, ഇതിനെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയും. അതായത് AB കോസ് തീറ്റ. ഡോട്ട് വന്നാൽ ആ ഡോട്ട് മാറ്റി എന്ത് വരും? കോസ് തീറ്റ വരും. അടുത്തെന്താ വരുന്നത്? A ക്രോസ് B, അത് AB സൈൻ തീറ്റ. AB സൈൻ തീറ്റ നമ്മൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഡോട്ട് വന്നാൽ അത് മാറ്റിയ കോസ് തീറ്റയും, സൈൻ ക്രോസ് വന്നാൽ സൈൻ തീറ്റ. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇവിടെ എന്താണ്? ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് കോൾഡ് എന്താണ്? വർക്ക്. അപ്പൊ നമ്മൾ ഡോട്ട് മാറ്റി എന്ത് ചെയ്താം? FS കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ ബിറ്റ്വീൻ F ആൻഡ് S. ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റ് ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർമുല കിട്ടി. ഇനി മോസ്റ്റ് ഓഫ് ദ കേസിലും തീറ്റയുടെ വാല്യൂ 0 ആണ്. തീറ്റ 0 എന്ന് പറഞ്ഞാൽ തീറ്റ 0. അപ്പൊ കോസ് 0 വാല്യൂ എത്രയാണ്? 1. നമ്മൾ ട്രിഗണോമെട്രി പഠിച്ചതാണ്. കോസ് 0 എത്ര? 1. അപ്പൊ ഇത് 1 ആയിട്ട് പോയി. വർക്ക് എങ്ങനെ കാണാം? വർക്ക് ഈസ് ഈക്വൽ ടു FS ഇൻറ്റു 1. ഏതാണ്ട് ആവശ്യമില്ല. മോസ്റ്റ് ഓഫ് ദ കേസിലും നമ്മൾ എന്ത് കാണാൻ പറഞ്ഞാൽ, വർക്ക് ഡൺ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്താ ചെയ്യുന്നത്? അവിടെ ആംഗിൾ ഇല്ല എങ്കിൽ, ആംഗിൾ തന്നിട്ടില്ല എങ്കിൽ ആംഗിൾ എന്താണ് എടുക്കുക? 0 ആയിട്ട് എടുക്കുക. കോസ് 0 എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പൊ വർക്കിന്റെ ഇക്വേഷൻ കിട്ടി. ഇനി ഇതിന്റെ യൂണിറ്റ് എന്താണ്? ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂണിറ്റ് വരും. എന്താ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? ന്യൂട്ടൺ. എന്താ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? മീറ്റർ. കോസ് തീറ്റ യൂണിറ്റ് ഇല്ല. തീറ്റയ്ക്ക് യൂണിറ്റ് ഉണ്ട്, പക്ഷെ കോസ് തീറ്റയ്ക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾ ആണ്. SI യൂണിറ്റ് എന്താണ്? ജൂൾ. J കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. എന്ന് റെപ്രസെന്റ് ചെയ്യും? J കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ യൂണിറ്റ് ആയി. ഇനി ഡയമെൻഷൻ നമ്മൾ പഠിച്ചത് തന്നെയാണ്, ഒന്നുകൂടെ പറഞ്ഞോ. ഫോഴ്സ് ഡയമെൻഷൻ എന്താണ്? ML T⁻² ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എന്താണ്? L കോസ് തീറ്റ. ഡയമെൻഷൻ ഇല്ല. ട്രിഗണോമെട്രിക് റേഷ്യോ ഒന്നും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ഒരുമിച്ച് എഴുതിയേ. ഒരൊറ്റ ML ഉള്ളൂ. L ഇൻറ്റു L എന്തായി? L² T⁻². അപ്പൊ ഡയമെൻഷൻ കിട്ടി. ML² T⁻². ഇനി ഇത് ഏത് ക്വാണ്ടിറ്റി ആണ്? ഇറ്റ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇത് ഏത് ക്വാണ്ടിറ്റി ആണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി. എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, 2 വെക്ടേഴ്സിന് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ കിട്ടുന്ന ആൾ എന്തായിരിക്കും? സ്കെയിലാർ ആയിരിക്കും. മറന്നുപോയി. കിട്ടുന്ന ആൾ എപ്പോഴും എന്തായിരിക്കും? സ്കെയിലാർ ആയിരിക്കും. 2 വെക്ടേഴ്സിന് ഡോട്ട് പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന ആള് എന്തായിരിക്കും? എപ്പോഴും സ്കെയിലാർ ആയിരിക്കും. അതുകൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ മറ്റൊരു പേരാണ് സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മുടെ വർക്ക് എന്തെന്ന് മനസ്സിലായി? അതിന്റെ യൂണിറ്റ് കിട്ടി, ഡയമെൻഷൻ കിട്ടി, ഏത് ക്വാണ്ടിറ്റി എന്ന് മനസ്സിലായി. ഇനി വർക്കിനെ കുറിച്ച് കുറച്ചുകൂടെ പറയാനുണ്ട്. നിങ്ങൾക്ക് അടുത്ത് പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് വർക്ക് ആണ്. നമ്മള് 3 ടൈപ്പ് വർക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തത് പോസിറ്റീവ് വർക്ക്. അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ, രണ്ടും സെയിം ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ വർക്കിനെ പറഞ്ഞ പേരാണ് പോസിറ്റീവ് വർക്ക്. അപ്പൊ എന്താ പറഞ്ഞ?
if force and displacement are in the same direction, then work is said to be positive. ഇതാണ് ഏറ്റവും സിമ്പിൾ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0യ്ക്കും 90ക്കും ഇടയിലാണെങ്കിൽ, തീറ്റയുടെ വാല്യൂ എന്താണ്? 0യ്ക്കും 90ക്കും ഇടയിലാണ്. 0 ഇൻക്ലൂഡിംഗ് ആണ്. ഇങ്ങനെ നമ്മൾ പറയുന്നത് തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 0ക്ക് ഈക്വൽ ആവും, അതിനേക്കാൾ കൂടുതലാവും. അടുത്തെന്താണ്? തീറ്റ ഈസ് ലെസ് ദാൻ 90. ഇതിന്റെ മീനിങ് എന്താ? 0 മുതൽ 90 ഇല്ല, 90 തൊട്ട് താഴെ ഇല്ല, നമുക്ക് 89 എന്ന് പറയാം, 89 പറയാം, 89 എന്ന് പറയാം. അപ്പൊ 0 മുതൽ 89 വരെ വന്നാൽ അതെന്തായിരിക്കും? പോസിറ്റീവ് വർക്ക് ആയിരിക്കും. ആംഗിൾ മറന്നുപോലെ. തീറ്റയുടെ വാല്യൂ എന്താണ്? 0 ഇൻക്ലൂഡിംഗ് ആണ്. 0 മുതൽ 90 ഇല്ല, ലെസ് ദാൻ 90 കുറവുള്ള വാല്യൂ വരെയുള്ള ഏത് ആംഗിൾ വന്നാലും ആ വർക്ക് എന്താണ്? പോസിറ്റീവ് ആണ്. എന്റെ മീനിങ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞുതരാം. രണ്ടാമത്തത് നെഗറ്റീവ് വർക്ക്. നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആ വർക്കിനെ പറഞ്ഞ പേരാണ് നെഗറ്റീവ് വർക്ക് എന്ന് പറയും. അവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ അടുത്ത നെഗറ്റീവ് വർക്കിന് ആംഗിൾ എത്ര വരുന്നത്? തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 90യേക്കാൾ കൂടുതലും 180 വരെ വരാം. അതായത് 90 വരെ വരാം. 90യേക്കാൾ കൂടുതലാണ്. തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 90. 90 ഇൻക്ലൂഡിംഗ് അല്ല, 90യേക്കാൾ കൂടുതൽ. നമുക്ക് 91 എന്ന് പറയാം. 91 മുതൽ 180 വരെ. അതിനിടയ്ക്കുള്ള ആംഗിൾ വന്നാൽ അതെന്താ? നെഗറ്റീവ് വർക്ക്. 90 ഇല്ല, ഇവിടെയും 90 ഇല്ല, ഇവിടെയും 90 ഇല്ല. ഇവിടെ 0 മുതൽ 89 വേണമെങ്കിൽ പറയാം. 0 മുതൽ 89 വരെ. ഇവിടെ എന്താണ്? 91 മുതൽ 180 വരെ നെഗറ്റീവ് ആണ്. രണ്ടിലും 90 ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓർത്തോളം. ശരി, അടുത്ത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. എക്സാമിന് കുറെ എക്സാമ്പിൾ വരും. ഇതിൽ ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് എന്ന് ചോദിക്കും. അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. ഇപ്പം ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ലിഫ്റ്റ് ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? ലിഫ്റ്റ് ചെയ്യുന്നു. ഈ ഒരു ബുക്കിനെ ഞാൻ എന്ത് ചെയ്യുന്നു? മുകളിലോട്ട് ഉയർത്തുന്നു, ലിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഉയർത്തേണേ. അതായത് ഞാൻ ഫോഴ്സ് എങ്ങോട്ട് കൊടുത്തു? മുകളിലോട്ടാണ് ഫോഴ്സ് കൊടുത്തത്. അപ്പൊ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് മുകളിലോട്ട്. ഈ ബുക്ക് എങ്ങോട്ടാണ് ഉയർന്നത്? മുകളിലോട്ടാണ് ഉയർന്നത്. അപ്പം ഫോഴ്സ് കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് വർക്ക് എന്ന് പറയാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തേ, ഫോഴ്സ് എങ്ങോട്ടാ കൊടുത്തത്? മുകളിലോട്ടാ കൊടുത്തത്. ആ ഫോഴ്സിന് പേര് കൊടുക്കാം, ലിഫ്റ്റിംഗ് ഫോഴ്സ്. എന്ത് ഫോഴ്സ് ആണ്? ലിഫ്റ്റിംഗ് ഫോഴ്സ്. പേരിൽ തന്നെ ഉണ്ട്, ലിഫ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്ത ഫോഴ്സ്. അപ്പൊ ലിഫ്റ്റിംഗ് ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്ത് ഈ ബുക്ക് അങ്ങോട്ട് പോയി മുകളിലോട്ട് തന്നെയാണ് ഉയർന്നത്. അപ്പൊ രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് ലിഫ്റ്റിംഗ് ഫോഴ്സ് ചെയ്ത വർക്ക് പോസിറ്റീവ് ആണ്. ഇനി അതേ സമയത്ത് ഇതൊരു വേറൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. എന്താണ് ഇതിന്റെ വെയിറ്റ്? അതൊരു പേര് നമ്മൾ പറഞ്ഞു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അത് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? അത് താഴോട്ടല്ലേ. അപ്പൊ ഗ്രാവിറ്റി ഫോഴ്സ് എപ്പോഴും അങ്ങോട്ട് ആക്ട് ചെയ്യും, താഴോട്ട് ആക്ട് ചെയ്യും. എല്ലാ മാസുള്ള ഒബ്ജക്റ്റിന് എന്തുണ്ട്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. അത് എങ്ങോട്ട് ആക്ട് ചെയ്യും? താഴോട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ ആ ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷെ ബുക്ക് അങ്ങോട്ടാണ് ഉയർന്നു പോകുന്നത്, ബുക്കിനെ മുകളിലോട്ടാണ് ഉയർത്തുന്നത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ട്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴോട്ട്. അപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴോട്ട്, ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ട്. രണ്ടും ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ ഈ കേസിൽ തന്നെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്ത വർക്ക് എന്താണ്? നെഗറ്റീവ് ആണ്. അത് എപ്പോഴും ഓർത്തിരിക്കുക. ഒരു കേസ് തന്നെ എന്ത് വരാം? പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം. അപ്പൊ എന്താണ് പറഞ്ഞത്? ലിഫ്റ്റിംഗ് എ ബോഡി. ലിഫ്റ്റിംഗ് എ ബോഡി അതാണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. അപ്പൊ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഒന്നെന്താണ്? ലിഫ്റ്റിംഗ് ഫോഴ്സ്. ലിഫ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉയർത്താൻ ഉപയോഗിച്ച ഫോഴ്സ്. ആ ലിഫ്റ്റിംഗ് ഫോഴ്സ് ചെയ്ത വർക്ക് എന്താണ്? പോസിറ്റീവ് ആണ്. കാരണം ഞാൻ മുകളിലോട്ട് ഫോഴ്സ് കൊടുത്തു, ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ടാണ്. അതേ സമയത്ത് വേറൊരു ഫോഴ്സ് ആക്ട് ചെയ്തു. അതെന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതെന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്ത വർക്ക് എന്താണ്? നെഗറ്റീവ് ആണ്. കാരണം എന്താണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്തത്? താഴോട്ട് ആക്ട് ചെയ്തത്. ഈ ബുക്ക് എങ്ങോട്ടാ ഉയർന്നത്? മുകളിലോട്ടാ ഉയർന്നു പോയത്. അപ്പം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നു, ബുക്ക് ഉയർന്നത് മുകളിലോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ടാണ്. രണ്ടും എന്താണ്? ഓപ്പോസിറ്റ്. അതുകൊണ്ട് എന്താണ്? നെഗറ്റീവ് ആണ്. ഓർത്തിരിക്കുക. വേറെ എക്സാമ്പിൾ ഉണ്ട്. ഞാൻ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ഇങ്ങനെ വലിച്ചോണ്ട് വരെയാണ്. ഒരു ബോക്സ് വിചാരിച്ചു, ഒരു പെട്ടി. ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മളൊരു പെട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്ലോറിൽ കൂടെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വരെയാണ്. ആണല്ലോ, ഇത് ഫ്ലോർ വിചാരിക്കുക. ഈ പെട്ടി ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചോണ്ട് പോവുകയാണ്. ഇങ്ങോട്ടാ ഫോഴ്സ് കൊടുക്കുന്നത്. ഇങ്ങനെ വലിച്ചോണ്ട് പോവുകയാണ്.
അപ്പൊ ഞാൻ അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്ത് ആ ഫോഴ്സിന് പേര് കൊടുക്കാം പുള്ളിങ് ഫോഴ്സ് എന്ന് പറയാം. എന്ത് പറയാം? പുള്ളിങ് ഫോഴ്സ്. പുള്ളിങ് ഫോഴ്സ് എന്തുകൊണ്ട് ആ പേര് പറഞ്ഞു? ഞാൻ എന്താ ചെയ്യുന്നത്? വലിക്കുക, പുള്ളാ ചെയ്യുന്നത്, പുള്ളിങ് ഫോഴ്സ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പുൾ ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ട് തന്നെയാണ്. അപ്പൊ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് ഈ പുള്ളിങ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. കാരണം ഞാൻ ഇങ്ങോട്ടാണ് ഫോഴ്സ് കൊടുത്തത്, ആ ബോക്സ് വരുന്നത് അങ്ങോട്ട് തന്നെയാണ്, രണ്ടും ഒരേ ഡയറക്ഷൻ, അതുകൊണ്ട് പോസിറ്റീവ്. ഇനി അതേ സമയത്ത് ഇത് ഫ്ലോർ അല്ലേ, നമ്മുടെ തറ ഫ്ലോർ അല്ലേ, ഇത് ബോക്സ് അല്ലേ. ഒരു സർഫസിന്റെ പുറത്തൂടെ മറ്റൊരു സർഫസ് ഇങ്ങനെ മൂവ് ചെയ്താൽ, നമ്മൾ പഠിച്ചു രണ്ട് സർഫസുകൾക്കിടയിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ അതിനെ എതിർക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, അതിന്റെ പറഞ്ഞ പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഈ ഫ്ലോറിനും ഈ ബോക്സിനും ഇടയിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അത് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് ഈ ബോഡി എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റാണ്. ഈ ബോഡി അങ്ങോട്ടല്ലേ മൂവ് ചെയ്യുന്നത്, അപ്പൊ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നോക്കി, ഞാൻ ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്താൽ ഫ്രിക്ഷൻ ഫോഴ്സ് അങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ ഫ്രിക്ഷൻ ഫോഴ്സ് അങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട്. രണ്ടും എന്താണ്? ഓപ്പോസിറ്റ്. രണ്ടും ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് ചെയ്യുന്ന വർക്ക് എന്താണ്? നെഗറ്റീവ്. അപ്പൊ ഈ കേസിൽ പുള്ളിങ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ പോസിറ്റീവും ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ നെഗറ്റീവുമാണ്. അപ്പൊ രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞ? പുള്ളിങ് എ ബോഡി. രണ്ട് കേസ് പറഞ്ഞു. പുള്ളിങ് എ ബോഡി എന്താണ്? അവിടെ രണ്ട് ഫോഴ്സ്. ഏതൊക്കെ ഫോഴ്സാ? ഒന്ന് പുള്ളിങ് ഫോഴ്സ്, മറ്റൊന്ന് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ പുള്ളിങ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. കാരണം ഫോഴ്സും നമ്മുടെ ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷൻ ആണ്. പക്ഷെ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ നെഗറ്റീവ് ആണ്. കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അത് എപ്പോഴും എന്തുകൊണ്ടാണ്? ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എപ്പോഴും. അതുകൊണ്ട് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ രണ്ട് എക്സാമ്പിൾ പറഞ്ഞ ഈ രണ്ട് എക്സാമ്പിൾ ഓർത്തിരിക്കുക. അപ്പൊ അതാണ് പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്. ഇനി ഒരു വർക്കും കൂടെ ഉണ്ട്. മൂന്നാമത്താണ് സീറോ വർക്ക്. സീറോ വർക്ക് ഏതിനുണ്ട്? വർക്ക് സീറോ ആണ്. ഓക്കെ, ഇപ്പൊ സീറോ വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് സീറോ. അത് എപ്പോഴൊക്കെയാണ് ഒരു വർക്ക് സീറോ ആവുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്. എപ്പോഴൊക്കെയാണ് വർക്ക് സീറോ ആവുന്നത്? ഫസ്റ്റ് കേസ് ഞാൻ അവിടെ നേരത്തെ പറഞ്ഞ ആംഗിളിലെ 90 എടുത്തിട്ടില്ല ഇതുവരെ. തീറ്റ ഫസ്റ്റ് കേസ് തീറ്റ 90 ആണെങ്കിൽ കോസ് 90യുടെ വാല്യൂ എത്ര? 0. അപ്പൊ അങ്ങനെ W is equal to Fs into എന്താണ്? കോസ് 90 അല്ലേ? കോസ് 90 0. Fs into 0 എത്രയുടെ? 0. ഒന്നാമത്തെ കേസ് എന്താണ്? ആംഗിൾ 90 ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയ്ക്കുള്ള ആംഗിൾ 90. അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ വർക്ക് എത്ര? 0. ഒന്നാമത്തെ കേസ് കിട്ടി. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ വർക്ക് എത്രയാണ്? 0. അതിന് എക്സാമ്പിൾ പറയണം. ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളെ ഒരു ഒബ്ജക്റ്റ് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തു. എന്റെ കയ്യിൽ ഇരിക്കുകയെന്ന് വെച്ചു. ഒരു ഒബ്ജക്റ്റ് ഇരിക്കുക, ഈ ബുക്ക് എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. ഈ ബുക്ക് എന്റെ കയ്യിൽ ഇരിക്കുകയാണ് ആണല്ലോ. ഈ ബുക്ക് എന്റെ കയ്യിൽ ഇരിക്കുന്നു. ഇവിടെ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ബുക്കിന്റെ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു? താഴോട്ട് ആക്ട് ചെയ്യുന്നു. ആ ഫോഴ്സ് നമ്മൾ എന്ത് പേര് കൊടുത്തു? ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇവിടെ വേറെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. ഈ ബുക്കിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്റെ ഫോഴ്സ് എന്ത് തന്നെയാണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് തന്നെയാണ്. എന്റെ വെയിറ്റ് അത് താഴോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം എന്റെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്റെ ബുക്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നത്? ഫ്രണ്ടിലോട്ട് നടക്കുന്നു. അപ്പൊ എന്താ പ്രത്യേകത? ഓക്കെ, എന്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് താഴോട്ട്. ഞാൻ മുന്നോട്ട് നടന്നു. ഡിസ്പ്ലേസ് അങ്ങോട്ട് മുന്നോട്ട്. ഇടയ്ക്കുള്ള ആംഗിൾ എന്തായി? 90. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ബുക്ക് എടുത്തു വെച്ചിട്ട് നടക്കുകയാണ്. ഞാൻ വല്ല വർക്കും ചെയ്യുന്നുണ്ടോ? ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല. കാരണം എന്താണ്? എന്റെ ഫോഴ്സും എന്റെ ഡിസ്പ്ലേസ്മെന്റും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. തീറ്റ 90 ആണ്. എന്റെ ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നത്, എന്റെ വെയിറ്റ് എന്റെ ഡിസ്പ്ലേസ്മെന്റ് മുന്നോട്ടായിരുന്നു. അപ്പൊ ഫോഴ്സ് താഴോട്ട്, ഡിസ്പ്ലേസ് മുന്നോട്ട്. ഇടയ്ക്ക് ആംഗിൾ എത്രയായി? 90 ആയി. വർക്കിന് എത്രയാണ്? 0 ആണ്. വർക്ക് ഡൺ 0. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ്. വേറെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാമേ. രണ്ടാമത്തെ കേസ് അല്ലെ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരാള് ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നു വിത്ത് യൂണിഫോം സ്പീഡ്. അപ്പൊ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നു.
വിത്ത് യൂണിഫോം സ്പീഡ്. ഇപ്പൊ നോക്കിക്കും, ഈ ഒബ്ജക്റ്റ് ആണ് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് ആണല്ലോ. ഇനി ഈ ഒബ്ജക്റ്റിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ, അതായത് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയാ പറയുന്നത്, ഒരു ടാൻജന്റ് വരച്ചാൽ മതി. അതായത് ഇതാണ് ഒബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റ്, ഇത് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, ഇവിടെ എത്തി. ഈ ഒബ്ജക്റ്റ് എങ്ങോട്ടാണോ നോക്കുന്നത്, ഫേസ് ചെയ്ത്, അതാണ് ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത്. ഇതിപ്പോ എങ്ങോട്ട് നോക്കുന്നത്, അങ്ങോട്ടല്ലേ നോക്കുന്നത്, അപ്പൊ ഡയറക്ഷൻ ഇങ്ങനെ. ഇത് കറങ്ങി ഇവിടെ എത്തിയേ, ഇത് കറങ്ങി ഇവിടെ എത്തി, ഇതെങ്ങനെ എത്തിയേ, ഇതിപ്പോ എങ്ങോട്ട് നോക്കുന്നത്, ഇങ്ങോട്ടല്ലേ നോക്കുന്നത്, അപ്പൊ ഡയറക്ഷൻ ഇതാ. ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാലും വെലോസിറ്റി ഡയറക്ഷൻ എന്ന് പറഞ്ഞാലും മോഷന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാലും എല്ലാം സെയിം ആണ്. ഇതെങ്ങനെ കറങ്ങി ഇവിടെ എത്തിയേ, ഇപ്പൊ ഇത് എങ്ങോട്ടാ നോക്കുന്നത്, താഴോട്ടല്ലേ, അപ്പൊ ഡയറക്ഷൻ എങ്ങോട്ടാ, താഴോട്ട്. ഇത് കറങ്ങി ഇവിടെ എത്തി, ഡയറക്ഷൻ എങ്ങോട്ടാ, ഇങ്ങോട്ട്. അപ്പൊ ഇത് എങ്ങോട്ടാണോ ഫേസ് ചെയ്യുന്നത് അതാണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ നോക്കിയേ, ഒരു ഒബ്ജക്റ്റ് ഇതെങ്ങനെ കറങ്ങി ഇവിടെ എത്തി, ഇത് എങ്ങോട്ടാ, താഴോട്ട് നോക്കുന്നത്, ഇതാണ് ഡയറക്ഷൻ. ഈ കറങ്ങി ഇവിടെ എത്തി, ഡയറക്ഷൻ ഇങ്ങോട്ടാ. ഈ കറങ്ങി ഇവിടെ എത്തി, ഡയറക്ഷൻ ഇങ്ങോട്ടാ. സർക്കുലർ മോഷൻ പഠിക്കാനുള്ളതായിരുന്നു, അതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ എടുത്ത് കളഞ്ഞു. ഇപ്പൊ കറങ്ങി ഇവിടെ എത്തി, ഡയറക്ഷൻ ഇങ്ങോട്ടാ. ഓക്കെ, അപ്പൊ അതാണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞത്. ഈ ഫോഴ്സ് എങ്ങോട്ട് അയക്കുന്നത്, ഒരാൾ കറങ്ങിക്കൊണ്ടിരുന്നാൽ അയാൾക്ക് ഫോഴ്സ് ആവശ്യമാണ്. അതിന്റെ പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. എന്താ പേര്, സെൻട്രിപെറ്റൽ ഫോഴ്സ്. എന്തുകൊണ്ട് ആ പേര് കിട്ടിയത്, ആ ഫോഴ്സ് അയക്കുന്നത് എങ്ങോട്ടാണ്, സെന്ററിലോട്ട് ആയതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് കിട്ടിയത്, സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഒബ്ജക്റ്റ് കറങ്ങി ഇവിടെ എത്തി വിചാരിക്കാം ആണല്ലോ. അപ്പൊ ഇതാണ് എന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞത്. ഇതാണ് സെന്റർ, ഫോഴ്സ് അങ്ങോട്ട് അയക്കുന്നത് സെന്ററിലോട്ടാണ് ഫോഴ്സ്. ഇടയ്ക്കുള്ള ആംഗിൾ എത്രയായി, 90. നോക്കി, ഇത് കറങ്ങി ഇവിടെ എത്തി വിചാരിക്കാം, ഇത് ഡിസ്പ്ലേസ്മെന്റ്, ഇതാണ് ഫോഴ്സ്. ഇടയ്ക്കുള്ള ആംഗിൾ എത്രയായി, 90. കറങ്ങി ഇവിടെ എത്തി, ഇത് ഡിസ്പ്ലേസ്മെന്റ്, ഇതാണ് ഫോഴ്സ്. ഇടയ്ക്കുള്ള ആംഗിൾ എത്രയായി, 90. അതിന്റെ മീനിങ് എന്താ, ഒരു ഒബ്ജക്റ്റ് യൂണിഫോം സർക്കുലർ മോഷനിലാണെങ്കിൽ, ഒരു ഒബ്ജക്റ്റ് യൂണിഫോം സർക്കുലർ മോഷനിലാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, ഒരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നു വിത്ത് യൂണിഫോം സ്പീഡ്. അതിനാണ് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞത്. ഒരേ സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നാൽ അയാൾ ചെയ്യുന്ന വർക്ക് 0 ആണ്. അയാൾ ചെയ്യുന്ന വർക്ക് എത്രയാണ്, 0 ആണ്. ഈ രണ്ട് കേസ് ഓർത്തിരിക്കുക കേട്ടോ. ഇത് രണ്ട് എക്സാം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 0 വർക്കിന് എക്സാമ്പിൾ പറഞ്ഞു ഫസ്റ്റ് കേസിൽ. രണ്ടാമത്തെ കേസ്, ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിലും വർക്ക് എന്താണ്, 0. അതെന്താ മീനിങ്, ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ വർക്ക് 0 എന്ന് പറഞ്ഞ ഒരാള് ഞാൻ തന്നെ ഈ ബോൾ എന്ത് ചെയ്തു, ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും, ഞാൻ ഫോഴ്സ് കൊടുത്തോണ്ടിരിക്കും, ഞാൻ തള്ളിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ ബോൾ അനങ്ങുന്നില്ല. അതായത് ഞാൻ ഫോഴ്സ് കൊടുക്കുന്ന പോയിന്റില് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എങ്കിൽ വർക്ക് എത്ര, 0. വർക്കുകളുടെ ഫോമുല എന്താ, F×S എന്നാണ് പഠിക്കുന്നത്. ഫോഴ്സ് ഉണ്ട്, ഞാൻ ഫോഴ്സ് കൊടുത്തോണ്ടിരിക്കുകയാണ്, പക്ഷെ എന്തില്ല, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ഞാൻ ഫോഴ്സ് കൊടുക്കുന്ന പോയിന്റ് ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് വർക്ക് എത്രയാണ്, 0. ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കേസ് എന്താണ്, ഞാൻ ഫോഴ്സ്, ഒരു റിജിഡ് വാൾ, ഒരു വാളിന് നമ്മൾ എന്ത് ചെയ്യുന്നു, തള്ളിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഫോഴ്സ് കൊടുത്തോണ്ടിരിക്കുകയാണ്, ആ വാൾ അനങ്ങുന്നില്ല. നമ്മൾ ചുമല് ചെന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, നമ്മൾ അനങ്ങുന്നില്ല, ആ വാൾ അനങ്ങുന്നില്ല. അതിന്റെ മീനിങ് എന്താണ്, നമ്മളവിടെ ചെയ്യുന്ന വർക്ക് എത്ര, 0. കാരണം എന്തില്ല, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, ഞാൻ ഫോഴ്സ് കൊടുക്കുന്ന പോയിന്റ് മാറുന്നില്ല. വേറെ എക്സാമ്പിൾ ഉണ്ട്, വെയിറ്റ് ലിഫ്റ്റർ. വെയിറ്റ് ലിഫ്റ്റ് ആണല്ലോ, അത് ലിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു, ആ വെയിറ്റ് എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് പോകുന്നുണ്ട്. അയാൾ ഇങ്ങനെ പൊക്കിയാണ് കൈ വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ കൈ വെച്ചിരിക്കുന്നു, ചുമ്മാ അനങ്ങുന്നില്ല, അയാൾ കൈ വെച്ചിരിക്കുകയാണ്, ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്, താഴോട്ടാ, പക്ഷെ അത് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ, ഇല്ല. അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ആ ഫോഴ്സിന്റെ പേര് പറഞ്ഞു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വെയിറ്റ് അനങ്ങുന്നുണ്ടോ, ഇപ്പൊ ഒരാള് വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ മോളിൽ കൊണ്ട് ഹെഡിൽ വെച്ചിരിക്കുകയാണ്, അയാൾ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. കാരണം എന്താ, അയാൾ അനക്കാതെ വെച്ചിരിക്കുകയാണ്, എന്തില്ല, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തില്ല, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. അവിടുത്തെ റീസൺ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എന്നാണ് റീസൺ കേട്ടോ. അപ്പം ഇത് രണ്ടുമാണ് 0 വർക്ക് എന്ന് പറഞ്ഞത്. 0 വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് 0. രണ്ട് കണ്ടീഷൻസ്, ഒന്ന് ആംഗിൾ 90 ആവണം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, there is no ഡിസ്പ്ലേസ്മെന്റ്. ആംഗിൾ 90 ആവുന്നതിന് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞു. അതുപോലെ 0 ഡിസ്പ്ലേസ്മെന്റ് 0 ആകുമ്പോൾ വർക്ക് 0 ആവും, അതിന് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ ഒരു പോയിന്റ് പറഞ്ഞുതരാം, നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഞാൻ പറഞ്ഞ ആംഗിൾ 90യേക്കാൾ കുറവാണെങ്കിൽ പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞു. ഈ 90യേക്കാൾ കുറഞ്ഞ ആംഗിളിനെ അക്യൂട്ട് ആംഗിൾ എന്ന് പറയും, നിങ്ങൾക്കറിയാം. അപ്പൊ ആംഗിൾ അക്യൂട്ട് ആണെങ്കിൽ പോസിറ്റീവ് ആണ്. ഇനി 90യേക്കാൾ കൂടുതലും 180, 90യേക്കാൾ കൂടുതൽ 91 മുതൽ 180 വരെ, അത് നമ്മൾ ഒബ്റ്റ്യൂസ് എന്ന് പറയും.
ആംഗിൾ 90യേക്കാൾ കൂടുതലാണ് ഒപ്റ്റ്യൂസ്, അവിടെ വർക്ക് എന്താണ്? നെഗറ്റീവ് ആണ്. ആംഗിൾ 90 ആണെങ്കിൽ വർക്ക് എത്ര? 0 ആണ്. ഇത് രണ്ടും ഓർത്തിരിക്കുക. ഈ മൂന്ന് കേസ് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വർക്ക് ടൈപ്സ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിന്റെ കൂടെ ഒരു കാര്യം പറഞ്ഞു പോവാം. അതുകൊണ്ട് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് വർക്ക് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് ആക്സില് ഡിസ്പ്ലേസ്മെന്റും വൈ ആക്സിൽ ഫോഴ്സ് കൊടുക്കുന്നു. ഞാൻ ഒരു ഒബ്ജക്റ്റിന് കോൺസ്റ്റന്റ് ഫോഴ്സ് കൊടുത്തോണ്ടിരിക്കുകയാണ്, ഒരേ ഫോഴ്സ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അവനെ ഒരേ ഫോഴ്സ് കൊടുത്താൽ അത് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇതാണ് ഗ്രാഫ്. എന്റെ മീനിങ് എന്താ? ഫോഴ്സ് കോൺസ്റ്റന്റ് 10 ന്യൂട്ടൺ. അപ്പൊ ഞാൻ എല്ലാ പോയിന്റിലും എത്ര കൊടുക്കുന്നത്? 10 ന്യൂട്ടനാണ് കൊടുക്കുന്നത്. ഒരേ ഫോഴ്സാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പൊ എന്തുണ്ട്? ഞാൻ ഫോഴ്സ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഒരേ ഫോഴ്സാണ് കൊടുക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗ്രാഫ്. ഓർത്തിരിക്കുക, ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വരയ്ക്കാൻ പറയുന്നു ഫോർ എ കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രൈറ്റ് ലൈൻ ആർക്ക് പാരലാണ്? എക്സ് ആക്സിന് പാരലാണ്. എക്സ് ആക്സിന് പാരലായിട്ട് എന്ത് വരച്ചാൽ മതി? ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ മതി. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ വർക്ക് ഡൺ കിട്ടും. മറന്നുപോലെ ഏരിയ ഓഫ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കും കേട്ടോ. അപ്പൊ അതും കൂടെ ആവുമ്പോഴേക്കും വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അടുത്ത് ഇതിനകത്ത് ഒരു കുഞ്ഞു ടോപ്പിക് എന്ന് പറഞ്ഞാൽ 2 തരം ഫോഴ്സസ്. ഒന്ന് കൺസർവേറ്റീവ് ഫോഴ്സും രണ്ടാമത്തത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സും. ഇത് രണ്ടും എന്താണെന്ന് അറിയണം. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പകരം ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ എന്താ പറഞ്ഞ, ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്ക്, കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പാത്ത്. ഏത് പാത്ത് വഴിയാണ് അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്, ആ പാത്തിന് എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? ഇനിഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് മതി, അതിനിടയ്ക്ക് എവിടെ കൂടെ വേണോ അവർക്ക് പോകാം, ഏത് പാത്തിൽ കൂടെ വേണോ ട്രാവൽ ചെയ്യാം, അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ അതിനെന്താ പറയും? കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയും. എക്സാമ്പിൾ പറഞ്ഞുതരാം. നോൺ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പാത്തിന് എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിന് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കോ, എക്സാമ്പിൾ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമുക്കിതറിയാം, ഫ്രിക്ഷൻ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു മാർബിളില് അല്ലെങ്കിൽ ടെയിൽ എടുക്കുന്നു, നല്ല പോളിഷാണ്, അവിടെ ഫ്രിക്ഷൻ കുറവാണ്, അവിടെ വർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ആണല്ലോ. അവിടെ വർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്താണ്? അവിടെ ഫ്രിക്ഷൻ കുറവാണ് ആണല്ലോ. അതേ സമയത്ത് കോൺക്രീറ്റ് ആണെങ്കിലോ, അവിടെ എന്താ? കോൺക്രീറ്റ് റഫാണ്, ഭയങ്കര റഫാണ്, അതുകൊണ്ട് അവിടെ ഫ്രിക്ഷൻ കൂടുതലാണ്, അവിടെ പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഫ്രിക്ഷണൽ ഫോഴ്സ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ആർക്ക് എക്സാമ്പിൾ ആണ്? നോൺ കൺസർവേറ്റീവിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെയാണ് വിസ്കസ് ഫോഴ്സും. എല്ലാ പാത്തിന്റെ വിസ്കസ് ഫോഴ്സ് സെയിം അല്ല. വാട്ടറിന്റെ വിസ്കസ് ആയിരിക്കില്ല ഹണിക്കുള്ളത്, തേനിനുള്ളത്. തേനിന്റെ വിസ്കസ് ഫോഴ്സ് അല്ല അടുത്ത കെറോസിനുള്ളത്. വിസ്കസ് ഫോഴ്സ് മാറിക്കൊണ്ടിരിക്കും, പാത്ത് മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, വിസ്കസ് ഫോഴ്സ് മാറും. അപ്പൊ എന്താ ഇപ്പൊ മനസ്സിലായി കാണാൻ എന്താ പറഞ്ഞെന്നുള്ളത്. ഇവിടെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്, ഫസ്റ്റ് പോയിന്റ്, ഇൻഡിപെൻഡന്റ് ഓഫ് path traveled, but depends only on initial and final point. അവിടെ എന്താണ്? ഡിപ്പെൻസ് ഓൺ പാത്ത് ട്രാവൽഡ്, path traveled. ഇനി ഇതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അടുത്ത ഇതിന്റെ പ്രത്യേകത, ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ക്ലോസ്ഡ് പാത്തിൽ ചെയ്യുന്ന വർക്ക് 0 ആയിരിക്കും. പാത്ത് ക്ലോസ്ഡ് ആണെങ്കിൽ, എക്സാമ്പിൾ സർക്കിൾ ആണെങ്കിൽ
റെക്ടാങ്കിൾ ആണെങ്കിൽ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആ ക്ലോസ്ഡ് പാത്ത് ആണ്. അപ്പൊ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ക്ലോസ്ഡ് പാത്തിൽ ചെയ്യുന്ന വർക്ക് എന്താണ്? സീറോയാണ്. അപ്പം വർക്ക് ഡൺ ഇൻ ക്ലോസ്ഡ് പാത്ത് ഈസ് സീറോ. ആര് ചെയ്യുന്ന വർക്കിനാണ്? വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻ എ ക്ലോസ്ഡ് പാത്ത് ഈസ് സീറോ. ഇവിടെ എന്തല്ല? ഇറ്റ് ഈസ് നോട്ട് സീറോ. ക്ലോസ്ഡ് പാത്തിലെ വർക്ക് എന്തല്ല? സീറോ അല്ല, നോട്ട് സീറോ. സീറോയേക്കാൾ കൂടുതലായിരിക്കും. ഇവിടുത്തെ എക്സാമ്പിൾ ആയിരിക്കുക ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മൾ നേരത്തെ പഠിച്ചു, ഞാൻ പഠിച്ചത് പറഞ്ഞാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. രണ്ട് ഒബ്ജക്റ്റുകൾ എവിടെ ഇരിക്കുന്നു? ഒരു വെള്ളത്തിനടിയിൽ ഇരുന്നാലും അല്ല എയറിൽ ഇരുന്നാലും എവിടെ ചെന്നിരുന്നാലും അതിന് അയക്കുന്ന ഫോഴ്സ് എന്തിനായിരിക്കും? സെയിം തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. ആ പാർട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന മാസിനെയും പിന്നെന്താണ് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെയും ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആരാ? ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, രണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇത് അടുത്ത വർഷം നമ്മൾ പഠിക്കും. അവിടെ എന്താണ്? അവിടുത്തെ എക്സാമ്പിൾ ഒന്ന് ഫ്രിക്ഷണൽ ഫോഴ്സ്. അടുത്ത പറഞ്ഞ വിസ്കസ് ഫോഴ്സ്. അടുത്തെന്താണ്? വിസ്കസ് ഫോഴ്സ്. ഇതാണ് കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും. രണ്ട് പ്രോപ്പർട്ടീസ് എഴുതാൻ പറയും. ഈ രണ്ട് പ്രോപ്പർട്ടി ഓർത്തിരിക്കുക. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ക്ലോസ്ഡ് പാത്തിൽ ചെയ്യുന്ന വർക്ക് ഡൺ സീറോ ആണ്. അവിടെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ക്ലോസ്ഡ് പാത്തിൽ ചെയ്യുന്ന വർക്ക് എന്തല്ല? സീറോ അല്ല. എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്. കാര്യം കഴിഞ്ഞു. വർക്ക് ഡണിലെ ലാസ്റ്റ് ടോപ്പിക്, വർക്ക് ഡൺ ബൈ ലിഫ്റ്റിംഗ് എ ബോഡി. ഒരു ബോഡിയെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി, ഉയർത്താൻ വേണ്ടി ചെയ്യുന്ന വർക്ക് ഡൺ എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ വർക്ക് ഡൺ കാണുന്ന ഫോമുല ജനറൽ ഫോമിൽ എഴുതിയാൽ മതി. ആംഗിൾ ഒന്നും വേണ്ട. എഫ് ഇൻറ്റു എസ് ജനറലായിട്ട് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. കാരണം ഇവിടുത്തെ ആംഗിൾ തീറ്റ സീറോ ആണ്. ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് എല്ലാ കേസിലും തീറ്റ സീറോ ആണ്. അതുകൊണ്ട് എഫ് ഇൻറ്റു എസ് മാത്രം എഴുതിയാൽ മതി. അത്ര എഴുതിയാൽ മതി നിങ്ങൾ. തീറ്റ സീറോ അല്ലെങ്കിൽ ആംഗിൾ തന്നിരിക്കും. ഇവിടെ എന്താണ്? തീറ്റ സീറോ ആണ്. ഓക്കെ, ഞാൻ ഒരു ഒബ്ജക്റ്റ് എം മാസുള്ള ഒബ്ജക്റ്റ് ആണ്. അത് ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ്. അതിനെ ഉയർത്തി ഒരു ഹെച്ച് ഹൈറ്റിൽ കൊണ്ടുവച്ചു. ഇവിടെ ഇരുന്ന സാധനത്തെ ഇങ്ങനെ ഉയർത്തി എവിടെ കൊണ്ടുവച്ചു? ഹെച്ച് ഹൈറ്റിൽ കൊണ്ടുവച്ചു. അപ്പൊ എനിക്ക് അങ്ങനെ അതിന് ലിഫ്റ്റ് ചെയ്യാൻ ആവശ്യമായ വർക്ക് ഡൺ കാണണം. അതായത് ആ ലിഫ്റ്റിംഗ് ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ കാണണമെന്ന്. ഓക്കെ, ആദ്യം അവിടുത്തെ ഫോഴ്സ് എന്താണെന്ന് കാണാം. ഫോഴ്സ് എന്താണ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ ഫോഴ്സ് എന്തായിരിക്കും? അതിന്റെ വെയിറ്റ് ആയിരിക്കും. വെയിറ്റ് എങ്ങനെ കാണുന്നത്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എം ഇൻറ്റു ജി. അത് കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? എസ് വേണം. എന്താ ഡിസ്പ്ലേസ്മെന്റ്? ഗ്രൗണ്ട് ഇരുന്ന് തന്നെ ഇവിടെ എത്തിച്ചു. ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? ഹെച്ച് ആണ്. അപ്പൊ ഡിസ്പ്ലേസ് എത്ര? ഹെച്ച്. വർക്ക് എങ്ങനെയാ കാണുന്നത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് എത്ര? എം ജി. ഡിസ്പ്ലേസ് എത്ര? ഹെച്ച്. അപ്പൊ വർക്ക് ഡൺ കാണുന്ന ഫോമുല എന്താ? എം ജി എച്ച്. ആ ഫോമുല മാത്രം അറിഞ്ഞാൽ മതി. ഒരു ഒബ്ജക്റ്റിന്, ഒരു എം മാസുള്ള ഒബ്ജക്റ്റിന് ഹെച്ച് ഹൈറ്റ് ഉയർത്താൻ വേണ്ടി ചെയ്യുന്ന വർക്ക് എത്രയാണ്? എം ഇൻറ്റു ജി ഇൻറ്റു ഹെച്ച്. കഴിഞ്ഞു. എം ഇൻറ്റു ജി ഇൻറ്റു ഹെച്ച്. ഇതാണ് ഒരു ഒബ്ജക്റ്റിനെ ഉയർത്താൻ ആവശ്യമായ വർക്ക് ഡൺ എന്ന് പറഞ്ഞത്. ആ ഫോമുല ഓർത്തിരിക്കുക. ആ പ്രോബ്ലം ഉണ്ട്, ഇമ്പോർട്ടന്റ് ഫോമുലയാണ്. അപ്പൊ ഇതും കൂടെ ആയപ്പം വർക്ക് ഡൺ കംപ്ലീറ്റ് ആയി. വർക്ക് എന്നുള്ള ടോപ്പിക് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി. ഇതിൽ 3 ടോപ്പിക് ഉള്ളത്. നിങ്ങൾക്ക് പവർ ഉണ്ട്, ഒരു കുഞ്ഞു ടോപ്പിക്, 5 മിനിറ്റ് വീഡിയോ. പവർ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. 2 വീഡിയോകളാവുമ്പോൾ എന്താവും? നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഫുൾ ആവും. ഇത്രയും നോക്കുക. വർക്കിനകത്ത് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ എന്ത് ചെയ്യും? ഈ ഒറ്റ വീഡിയോ നിങ്ങൾക്ക് A to Z നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ് എടുക്കാം.